ഹലോ പ്രിയ കൂട്ടുകാരെ, 4ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാനിലെ 2ാമത്തെ പാഠം എൻ്റെ വീട്. എന്താണ് നമ്മൾ പാഠഭാഗത്തിൽ മനസ്സിലാക്കുന്നത്? വീട്ടിൽ പാലിക്കേണ്ട അദബുകളും മര്യാദകളും ഒക്കെയാണ് നമ്മൾ പാഠഭാഗത്തിൽ മനസ്സിലാക്കുന്നത്. മര്യാദകൾ പാലിച്ചാൽ ബർക്കത്തുള്ള ഒരു സുന്ദരമായ വീടുകളായിട്ട് നമ്മുടെ വീടിനെ നമുക്ക് പരിപാലിക്കാം. വീടുകളിൽ പാലിക്കേണ്ട അദബുകൾ ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക, സലാം പറയുക. വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക. വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിൽ ദുർവ്യയം ഒഴിവാക്കുക. ശൗചാലയം, അടുക്കള, വീടിന്റെ ചുമർ, മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക. കൊതുക് വീടിന്റെ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട അദബുകളാണ്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, നമ്മൾ നേരത്തെ വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പഠിച്ചു. ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്? വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് ഇറങ്ങുക. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. ഇടത് കാൽ വെച്ച് ഇറങ്ങുക. ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹു നമ്മുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമ്മുടെ വീടായി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഇത്രയാണ് പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇന്ന് നമുക്ക് ഇതിന്റെ തദ്രിബാത്ത് നോക്കാം. ഉത്തരം എഴുതാനാണ് ആദ്യം വന്നത്. എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? ഏതായിരുന്നു? പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങുക. അപ്പൊ അവിടെ ഇടത് കാൽ മുന്തിക്കണം എന്ന് നമുക്ക് എഴുതാം. അടുത്തതോ? വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക. ഇനി നമുക്കിവിടെ എന്താണ്? ശീലമാക്കാനാണ്. വീട്ടിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപയോഗങ്ങൾക്ക് ഓഫ് ചെയ്യല്ലേ. ആവശ്യമില്ലാതെ കത്തുന്ന ലൈറ്റുകളും ഫാനുകളും ഒക്കെ ഓഫാക്കിയിട്ട് അതില് നമ്മൾ ശ്രദ്ധ പുലർത്തുക. പിന്നെ ഇനി ഉസ്താദിനോട് പറയാനാണ്. എന്താണ്? നിങ്ങൾ താമസിക്കുന്ന റൂം വൃത്തിയാക്കിയ അനുഭവം അത് നിങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ റൂം വളരെ വൃത്തിയായി സൂക്ഷിക്കും, ബുക്കുകളൊക്കെ അടുക്കി വെക്കും, വസ്ത്രങ്ങളൊക്കെ മടക്കി വൃത്തിയായ അലമാരയിൽ സൂക്ഷിക്കും, ചപ്പു ചവറുകളൊന്നും നിലത്തിടാറില്ല, അതിനൊരു വേസ്റ്റ് ബിന്ന് വെച്ച് അതിലാണ് ഞാൻ നിക്ഷേപിക്കാറ്. രാവിലെ ഉണർന്നാൽ വിരിപ്പെല്ലാം വൃത്തിയായി വിരിച്ച് പുതപ്പ് മടക്കി വെക്കുകയും ചെയ്യും എന്നൊക്കെ എഴുതിയിട്ട് അവിടെ നമുക്ക് അനുഭവം പറയാം. പിന്നെന്താണ്? വീട്ടുവളപ്പിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്? അതിനെക്കുറിച്ചൊരു ഉസ്താദിനെ പറഞ്ഞു കൊടുക്കാം. എന്താണ്? പാത്രങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഒഴിവാക്കും. ചിരട്ട, പ്ലാസ്റ്റിക്, കുപ്പി, കവറ് പോലെയുള്ളതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കും. പിന്നെ പുല്ല്, ഭക്ഷണാവശിഷ്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും. പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് കൊതുക് പ്രവേശിക്കാതിരിക്കാൻ നെറ്റ് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് അവിടെ വന്നത്. ഇനി പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? നമ്മളിവിടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാൽ മുന്തിക്കണം എന്ന് ചോദിച്ചാലോ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ മുന്തിക്കണം പറഞ്ഞു, അതുപോലെ വലതുകാൽ മുന്തിക്കണം. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അപ്പൊ അത് മനസ്സിലാക്കാം. പിന്നെ വീട്ടിൽ പാലിക്കേണ്ട അദബുകളിൽ നിന്ന് 3 എഴുതാനോ
രണ്ടെണ്ണം എഴുതാനൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം. അപ്പൊ നമുക്കിവിടെ പോയിന്റ് ആയിട്ട് വന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കി പഠിക്കാം. എന്താണ്? വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കും. പിന്നെ ശൗചാലയം, അടുക്കള, വീടിന്റെ ചുമർ, മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കും. കൊതുക് വീടിന്റെ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കയറാതിരിക്കാനും ആവശ്യമായത് ചെയ്യും. വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.